വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡെസേർട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1.25 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഒരു 2 മിനിറ്റ് വരെ നമ്മളിത് കുറുക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് തിക്കായി കിട്ടും. എന്നിട്ട് നമ്മളിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്കിതൊരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഒരു ബൗളെടുത്ത് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ജെലറ്റിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യുന്നത്. നമുക്കിതിന് പകരമായിട്ട് ബൗളോ ട്രേയോ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഉപ്പൊന്നും ഇല്ലാത്ത ടീ ബിസ്ക്കറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പാർലിജി ബിസ്ക്കറ്റ് പോലത്തെ ബിസ്ക്കറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ബിസ്ക്കറ്റ് നമുക്ക് ഈ ഒരു കണ്ടെയ്നറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ലെയർ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര കലക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും ഇതുപോലെ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുന്നുണ്ട്. ഭംഗിക്ക് മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് പകരം നമുക്ക് നട്ട്സ് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ അത്. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി അടുത്തത് നമുക്കിതുപോലെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിന് മുകളിലേക്ക് നമ്മളിനി ബിസ്ക്കറ്റ് വെക്കുന്നില്ല. അത് മുഴുവനെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ച ജെലറ്റിനാണ്. അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. മുഴുവനെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജെലറ്റിൻ്റെ ലെയർ നമുക്ക് ഒട്ടും നിർബന്ധമല്ല കേട്ടോ. ഞാനിതൊരു ഭംഗിക്കും വേണ്ടി ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് എടുക്കാം. ചൂടൊന്ന് ആറിയതിന് ശേഷം മാത്രം നമുക്കിത് കസ്റ്റാർഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടാറിക്കഴിഞ്ഞാൽ അത് സെറ്റായി കിട്ടും. കാരണം നമ്മൾ ജെലറ്റിനൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കുക. അപ്പോൾ അത് മുഴുവനും ഞാൻ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊന്ന് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഡെസേർട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡെസേർട്ടാണിത്. ഇതിലൊരു ഡെസേർട്ട് നമ്മൾ പുഡിങ് പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ചെയ്ത് നോക്കാവുന്ന ഒരു ഡെസേർട്ടാണിത്. ഇനി ജെലാറ്റിൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി മറ്റേ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. ആ ഒരു തേങ്ങയും ആ ഒരു കസ്റ്റാർഡും ബിസ്ക്കറ്റും കൂട്ടി കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഡെസേർട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ക്രീമൊന്നും ഇല്ലാതെ ഡെസേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.